Good morning. Okay. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ നമ്മള് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. എന്താ ലോണ്ടറി ലിനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ ലിനൻ തുണികളൊക്കെ ക്ലീൻ ചെയ്ത്, ലോണ്ടറി എന്ന് പറഞ്ഞാൽ അലക്കൽ എന്നാണ് കേട്ടോ, അലക്കി അത് ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലിലെ ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രസന്റ് ഡേയില് ഹോസ്പിറ്റലിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ് ആണെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ നമ്മള് പേഷ്യൻസിന് നമ്മള് എന്താ ഇനി പിന്നീട് ഒരു കണ്ടാമിനേഷൻ ആവാനോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരിടുന്ന ക്ലോത്ത്സ് ഐറ്റംസും അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഫ്രീ ആക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ് ആണെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. ഒരു നല്ലൊരു 3 പോയിന്റ്സ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. വെച്ചാൽ പേഷ്യന്റിനും സ്റ്റാഫിനും വിസിറ്റേഴ്സിനും ഒക്കെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, ഒരു കംഫർട്ടബിലിറ്റി ഒക്കെ നിലനിർത്തുക എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷനൊക്കെ കൺട്രോൾ ചെയ്യുക, ഇതൊക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. പിന്നെ എന്താ പറഞ്ഞത്, മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, മെയിൻ ഫങ്ഷൻസ് ലോണ്ടറി ലിനൻ സർവീസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അത് ആ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പിന്നെ ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്ന് പറഞ്ഞു. ഇതൊരു ഐസൊലേറ്റ് ബിൽഡിംഗ് ആയിരിക്കണം. എന്നുവെച്ചാൽ വാട്ടർ അത് നമ്മൾ വാഷ് ചെയ്യാനൊക്കെ ആവശ്യത്തിനായിട്ട് വാട്ടർ ഉള്ളതും പിന്നെ അത് പവറൊക്കെ ലഭിക്കുന്ന രീതിയിൽ നമ്മൾ മെയിൻ സർവീസ് ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് ഒരു ഐസൊലേറ്റഡ് ബിൽഡിംഗ് ആയിരിക്കണം ഈ ലോണ്ടറി ലിനൻ സർവീസ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഫെസിലിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സ്പേസ് റിക്വയർമെന്റ്സ് വേണം എന്നുള്ളതാണ് നെക്സ്റ്റ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി ഇന്ന് നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് ലോണ്ടറി സർവീസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? പറഞ്ഞതൊക്കെ തന്നെ പോയിന്റ്സുകളാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പല രീതിയിൽ വരുന്നത്. ഓക്കെ, ആൻഡ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് ക്യാൻ ഇൻക്രീസ് patient experience and reduce the danger of cross contamination. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളത്, ഒരു ഫലപ്രദമായിട്ടുള്ളതും എഫിഷ്യന്റ്, ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അത് ഇൻക്രീസ് ചെയ്യുന്നതിനും പിന്നെ ക്രോസ് കണ്ടാമിനേഷൻ എന്നുള്ള ഒരു ഡേഞ്ചർ, അതിന്റെ ആ റിസ്ക് കുറയ്ക്കുന്നതിനും വേണ്ടി സഹായിക്കും. നമുക്കറിയാം ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് വൺ പേഴ്സൺ ടു അനദർ, അല്ലെ? ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്കൊക്കെ ഈ മൈക്രോ ഓർഗാനിസംസ് സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ നിന്നോ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നതിനാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അത് നീറ്റ് ആയിട്ട് അലക്കി വൃത്തിയാക്കി ഉപയോഗിച്ച ഡ്രസ്സുകളാണെങ്കിലും മറ്റുള്ള ഐറ്റംസ് ഒക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, ഏതൊക്കെയാണ് ലിനൻ ഇതിനകത്ത് വരുന്നതെന്നുള്ളത്. ഹോസ്പിറ്റലിൽ ലിനൻ വന്നത് ഏതൊക്കെയാന്ന് പറഞ്ഞു. കർട്ടനുകള്, നമ്മൾ ടേബിൾ ടോപ്പ്, അങ്ങനെയുള്ള എല്ലാവരും നീറ്റ് ആക്കി വെക്കുന്നത് എന്താ, ക്രോസ് കണ്ടാമിനേഷൻ, ആ ഇൻഫെക്ഷൻ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നതിന്റെ ആ ഒരു അപകട സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു. ഇറ്റ് ഈസ് necessary to have a clean and a hygienic laundry which would make a sure safe environment for the patient and prevent the spread of infection. Okay, it is necessary to have a ക്ലീൻ ആൻഡ് ഹൈജീനിക് ലോണ്ടറി. ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഹൈജീനിക് ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ അത്യാവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഇറ്റ് വിച്ച് വുഡ് മേക്ക് ദ ഷുവർ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ ജെയിം ഫ്രീ ആയിട്ടുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും പിന്നെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതിന് തടയുന്നതിനും വേണ്ടി ഒരു ക്ലീൻ ആൻഡ് ഹൈജീനിക് ലോണ്ടറി സർവീസ് ഒരു ഹോസ്പിറ്റലില് അത്യാവശ്യമാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ക്ലീൻ ആൻഡ് ഹൈജീനിക് ലോണ്ടറി വിച്ച് വുഡ് മേക്ക് ഷുവർ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ് ആൻഡ് പ്രിവെന്റ് ദ
സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനും ഒരു പേഷ്യൻസിന് ഒരു സുരക്ഷിതമായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ഒരു ക്ലീൻ ഹൈജീനിക് ലോണ്ട്രി വളരെ അത്യാവശ്യമാണ്. Thus it helps in എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഓക്കെ, ക്ലീൻ ആൻഡ് ഹൈജീനിക് ലോണ്ട്രി ഹെൽപ്സ് ഇൻ എന്തിനൊക്കെ വേണ്ടിയാണ്? ഈ 4 പോയിന്റ്സും പഠിക്കണം കേട്ടോ. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒക്കെ ഒന്ന് ടിക്ക് ഇട്ട് വെക്കാം. ഈ പോയിന്റ്സുകൾ 4 നോക്കാം. പ്രിവെന്റിങ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. ഒന്നാമത്തെ എന്താ? ഈ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തടയുന്നു. പ്രിവെന്റിങ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ, അണുബാധ ഇൻഫെക്ഷൻ പകരുന്നത് തടയുന്നു. ഒരു ക്ലീൻ ആൻഡ് ഹൈജീനിക് ലോണ്ട്രി സർവീസ് എന്താ ഹെൽപ്പ് ചെയ്യുന്ന എന്തിനൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പ്രിവെന്റിങ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് തടയുന്നു. പേഷ്യൻസ് കംഫർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യൻസിന് നല്ല കംഫർട്ടബിലിറ്റിയും അതുപോലെ സംതൃപ്തിയും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ലഭിക്കുന്നു. എസ്തെറ്റിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സൗന്ദര്യാത്മക മൂല്യം. അച്ഛയൊക്കെ നല്ല നീറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വെറുതെ അലക്കി കൊണ്ടുവന്ന് അങ്ങോട്ട് ചുറ്റിക്കുട്ടിയിട്ട് എല്ലാം ചെയ്ത് അലക്കി മടക്കി തേച്ചൊക്കെ നല്ല നീറ്റ് ആയിട്ടുള്ള അത് ഒരു നല്ലൊരു സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു മൂല്യം നിലനിർത്തുന്നു എസ്തെറ്റിക് വാല്യൂ. പിന്നെ പോസിറ്റീവ് പബ്ലിക് ഇമേജ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ടാക്കുന്നു. അപ്പൊ നമുക്ക് തന്നെയാണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ഒരു ഇതിൽ ചെല്ലുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതുണ്ടാവും. ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് നമുക്കൊരു മതിപ്പുണ്ടാവും അവിടെ, അല്ലെ? ഒരു പബ്ലിക് ഇമേജ്, ഒരു പോസിറ്റീവ് പബ്ലിക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും ഈ ക്ലീൻ ഹൈജീനിക് ലോണ്ട്രി സർവീസ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ 4 പോയിന്റ്സ് നോക്കാട്ടോ. പ്രിവെന്റിങ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ, patient's comfort and their satisfaction, aesthetic value, positive public image. Clear ആയോ? 4 points clear ആയോ? ഓക്കെ അല്ലേ? ഇനി planning for hospital linen and laundry service relies on. ഇനി എന്തൊക്കെയാണ് നമ്മൾ ഈ ലിനൻ ലോണ്ട്രി സർവീസിന്റെ പ്ലാനിങ്, അതിന്റെ ആസൂത്രണം എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. നോക്കിയേ, എന്തിനെയൊക്കെയാ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? റിലൈസ് ഓൺ ഏതാ? സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ സൈസ്, വലിപ്പം. വലിയ ഹോസ്പിറ്റൽ, ചെറിയ ഹോസ്പിറ്റൽ എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ വലിപ്പത്തിനെ ആശ്രയിച്ചിരിക്കും. ഹോസ്പിറ്റൽ ലിനൻ ലോണ്ട്രി സർവീസ് അതിന്റെ ആസൂത്രണം അത് എന്തിനേക്ക് ആശ്രയിച്ചിരിക്കുന്നു? സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ സൈസ്. കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ തരം, ഏത് തരത്തിലുള്ള ഹോസ്പിറ്റൽ ആണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. പിന്നെ അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലോണ്ട്രി സർവീസ് ഇൻ അഡ്ജോയിനിങ് ഏരിയാസ്. സമീപ പ്രദേശങ്ങളിൽ ലിനൻ ലോണ്ട്രി സർവീസിന്റെ അവൈലബിലിറ്റി, ലഭ്യത. Availability of linen and laundry services in adjoining area. തൊട്ടടുത്ത സമീപ പ്രദേശങ്ങളില് ലിനൻ ലോണ്ട്രി സർവീസിന്റെ ലഭ്യത നോക്കും, അവൈലബിലിറ്റി നോക്കും. പിന്നെ അടുത്ത വെതർ കണ്ടീഷൻ, കാലാവസ്ഥ നോക്കണം. ടൈപ്പ് ഓഫ് ക്ലൈന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഭോക്തൃ തരം, ഉപഭോക്താക്കളുടെ തരം. ഏത് ടൈപ്പ് ഓഫ് ക്ലൈന്റ് ആണ്? ക്ലൈന്റൽ, CLIENTELE, ഉപഭോക്താക്കൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ഹോസ്പിറ്റലില് ലിനൻ ലോണ്ട്രി സർവീസ് പ്ലാനിങ് ചെയ്യുമ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ പോയിന്റ്സും ടിക്കറ്റ് വെച്ചോ, ഇതും നോക്കിക്കോളണം കേട്ടോ. സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ, കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ, അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലോണ്ട്രി സർവീസ് ഇൻ അഡ്ജോയിനിങ് ഏരിയാസ്, വെതർ കണ്ടീഷൻസ്, ടൈപ്പ് ഓഫ് ക്ലൈന്റൽ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ചെറിയ പോയിന്റ്സ് അല്ലേ? ഇനി നോക്കിയേ, നെക്സ്റ്റ് വൺ. മെക്കാനിസ്റ്റ് ലോണ്ട്രി സർവീസ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ആസ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ വാഷിംഗ് ലിനൻ. ഈ ലിനനുകള്, തുണികള് വാഷ് ചെയ്യാനായിട്ട് ഒരു നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് മെക്കാനിസ്റ്റ് ലോണ്ട്രി, അതായത് യന്ത്രവൽകൃതമായിട്ടുള്ള ഒരു ലോണ്ട്രി സർവീസ് നമ്മള്
ആണ് ഈ ലിനൻസ് ഒക്കെ വാഷ് ചെയ്യാനുള്ള ഒരു നല്ലൊരു മെത്തേഡ്. ഇപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നത് വളരെ കുറവാണ് അല്ലെ. ഇപ്പൊ മെഷീൻ വന്നു, വാഷിംഗ് മെഷീൻ വന്നതോടുകൂടി അതാണ് നമുക്കൊരു നല്ലൊരു മെത്തേഡ്. വാഷിങ്ങിനുള്ള ഒരു നല്ലൊരു മെത്തേഡായിട്ട് നമുക്ക് മെഷീനിന്റെ ഉപയോഗം വന്നു അല്ലെ. അല്ലെങ്കിൽ നോക്കി ഇപ്പൊ ഓരോ ദിവസവും നമ്മൾ എത്രമാത്രം ഡ്രസ്സുകളായിട്ട് ഫുള്ള് നമ്മൾ വാഷ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. എല്ലാവരും ജോലിക്ക് പോണവരാണ്, തിരക്കുള്ളവരാണ്. അപ്പൊ നമ്മൾ മെഷീനിലേക്ക് ഇട്ടാൽ പിന്നെ ഒന്നും അറിയണ്ട, എന്താ പിന്നെ ആ തുണി എടുത്ത് ജസ്റ്റ് ഒന്ന് വെയിലത്ത് ഇട്ടാൽ മതി. ബാക്കിയെല്ലാം വാഷിങ്ങിലും പിഴിയിലും അതൊക്കെ ആ ഒരു ഇതിലേക്ക് വന്നു. അപ്പൊ അതുപോലെ തന്നെ ഒരു എന്താ പറയാ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഒരു യന്ത്രവൽകൃതമായിട്ടുള്ള ലിനൻ വാഷ് ചെയ്യുന്നതിനുള്ള ഒരു മികച്ച മാർഗമായിട്ട് യന്ത്രവൽകൃത ലോണ്ടറി സർവീസ് അതിനുവേണ്ടി സ്ഥാപിച്ചു. അപ്പൊ നമ്മൾ ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യുന്നതിന് പകരം അവിടെ മെഷീൻസ് വന്നു എന്നുള്ള മീനിങ് ആണ്. It is not only convenient but safe, dependable and cheaper when compared with the other methods. മറ്റുള്ള മെത്തേഡ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് താരതമ്യം ചെയ്യുമ്പോൾ ഇത് സൗകര്യപ്രദം മാത്രമല്ല, കൺവീനിയന്റ്, ഇത് സൗകര്യപ്രദം, ഇത് നമുക്ക് നല്ല സൗകര്യമാണ്. സൗകര്യപ്രദം മാത്രമല്ല, മറ്റ് എന്തൊക്കെയാണ്, സേഫ്, സുരക്ഷിതമാണ്, ഡിപ്പെൻഡബിൾ, അതുപോലെ തന്നെ വിശ്വസനീയവും, അതുപോലെ ചീപ്പർ, വില കുറഞ്ഞതുമാണ് വെൻ കമ്പയർഡ് വിത്ത് അതർ മെത്തേഡ്സ്. അപ്പൊ വാഷ് ചെയ്യാൻ മറ്റുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുന്നതിന് വെച്ച് നോക്കുമ്പോൾ ഈ മെക്കാനൈസ്ഡ് ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി എന്താ ഒരു സൗകര്യപ്രദം മാത്രമല്ല, സേഫ് ആണ്, അതുപോലെ തന്നെ അത് വിശ്വസനീയമാണ്, വില കുറഞ്ഞതാണ് വെൻ കമ്പയർഡ് വിത്ത് അതർ മെത്തേഡ്സ്. ഇനി നെക്സ്റ്റ് ഇവിടെ തന്നേക്കുന്നത് വൈ ആർ അഡ്മിനിസ്ട്രേറ്റർ ചൂസിങ് ടു ഔട്ട്സോഴ്സ്. ഔട്ട്സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പുറം പണിക്ക് കരാറ് കൊടുക്കൂലേ, പുറം പണി കരാർ, അതിനാണ് ഔട്ട്സോഴ്സ് എന്ന് പറയുന്നത്. പുറം പണി കരാറ് കൊടുത്ത് നമ്മൾ ചെയ്യിക്കൂലേ. ഇപ്പൊ നമ്മളാണെങ്കിലും വീട്ടിലൊക്കെ എന്താ കരാർ കൊടുത്തിട്ട് നമ്മള് ഈ അയണൊക്കെ വീട്ടിലൊക്കെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വലിയ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഒരാഴ്ചത്തെ ഡ്രസ്സ് ഒരുമിച്ച് അത് വാഷ് ചെയ്ത് അലക്കി കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ നമ്മൾ പുറത്തേക്ക് കൊടുക്കില്ലേ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലോ, അതായത് ഇപ്പൊ ഹോസ്പിറ്റലില് തന്നെ ഇത് ചെയ്യാന്നുള്ളത് ചിലപ്പോ അതിന്റെ മെഷീനറി സാധനങ്ങള് ഇതൊക്കെ വളരെ കോസ്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ ഒരു മെഷീനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പോരല്ലോ. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഐറ്റംസ് ആണെങ്കിലും ഒരുപാട് ലിനൻസ് വാഷ് ചെയ്യാനുണ്ടാവും. അപ്പൊ അത് വേണമെങ്കിൽ കരാറിന് വേണമെങ്കിൽ കൊടുക്കാന്നാ പറയുന്നത്. കരാറായിട്ട് പുറംപടി കരാറ് എത്ര രൂപ എന്നുള്ള ബഡ്ജറ്റ് വെച്ചിട്ട് ഇത്രയും ഡ്രസ്സുകൾ ഇങ്ങനെ വാഷ് ചെയ്ത് ഇങ്ങനെ കൊണ്ടു തരുന്നതിന് നമ്മള് അലക്കി മടക്കിയൊക്കെ കൊണ്ടു തരുന്നതിന് ഇത്ര രൂപ എന്നുള്ള നിലയിൽ നമുക്ക് അഡ്മിനിസ്ട്രേറ്ററിന് ഒരു പുറംപണി കരാറിന് വേണ്ടി ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ ഇതെല്ലാം ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കരാറായിട്ടാണെങ്കിലും കൊടുക്കാം. ഇവിടെ വൈ ആർ അഡ്മിനിസ്ട്രേറ്റർ ചൂസിങ് ടു ഔട്ട്സോഴ്സ്, എന്തുകൊണ്ടാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ ഈ ഔട്ട്സോഴ്സ് ചൂസ് ചെയ്യാൻ കാരണം എന്താണ്, എന്തൊക്കെ കാരണം കൊണ്ടാണ്, അതിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റർ എന്തുകൊണ്ടാണ് ഔട്ട്സോഴ്സ് ചൂസ് ചെയ്യാൻ കാര്യം? Having a laundry department involves a lot of labor, advanced machineries, materials and കോസ്റ്റ്. അപ്പൊ ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. ഏതൊക്കെ വരുന്നുണ്ട്? ലോട്ട് ഓഫ് ലേബർ, ഒരുപാട് തൊഴിലുകള്, അതുപോലെ അഡ്വാൻസ്ഡ് മെഷീൻസുകൾ വേണം, പിന്നെ അതിന് വേണ്ട മെറ്റീരിയൽസ് വേണം, അതുപോലെ ഒരുപാട് പൈസയും വേണം. ഇതൊക്കെ ചെയ്യാനൊക്കെ ഇപ്പൊ ലേബർ കോസ്റ്റ് തന്നെ ആയിട്ടാണെങ്കിലും നമ്മള് ഒരുപാട് പൈസ വേണം ഇതൊക്കെ ചെയ്യാനുള്ളത്. ഇതെല്ലാം ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. ഹാവിംഗ് എ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് ലേബർ, അഡ്വാൻസ്ഡ് മെഷീനറീസ്, മെറ്റീരിയൽസ് ആൻഡ് കോസ്റ്റ്. മെഡിക്കൽ ലിനൻ, അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ, ലിനൻ എന്നാണ് കേട്ടോ, അതൊന്ന് കറക്റ്റ് ചെയ്തേരെ. മെഡിക്കൽ ലിനൻ LINENS
medical linens are always exposed to infection and dangerous material. നമുക്കറിയാം ഈ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ലിനൻ, ഈ തുണികളൊക്കെ എന്ന് പറഞ്ഞാൽ അതില് ഇൻഫെക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ അതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവാം. ഇപ്പൊ ഒരു പേഷ്യൻസിന്റെ ആണെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ളത് അത് അതേപോലെ അടുത്ത വേറൊരു പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റില്ല. അതൊക്കെ വാഷ് ചെയ്ത് പ്രോപ്പറായിട്ട് ഡിസിൻഫെക്ഷൻ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ആ പേഷ്യന്റിന് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ അഡ്മിറ്റ് ആകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് തരുന്ന ഡ്രസ്സ് ഓരോരുത്തർക്കുടെ അളവിനെടുത്ത് സ്റ്റിച്ച് ചെയ്ത് തരുന്നതല്ല, അത് വേറെ പേഷ്യൻസ് ഉപയോഗിച്ചതായിരിക്കും അല്ലെ. അപ്പൊ ഒരു അളവിൽ അവരത് തയ്ച്ചിടുക ചെയ്യുന്നത്. അപ്പൊ ഏത് പേഷ്യൻസ് ആണ് ഈ പേഷ്യൻസ് മാറി വരുമ്പോൾ സെയിം ഡ്രസ്സുകളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അല്ലാതെ നമ്മുടെ ഫിറ്റിന് നമ്മൾ ചെല്ലുമ്പോൾ തയ്ച്ചു തരുന്ന കാര്യമല്ല. അപ്പൊ അതെന്ന് പറഞ്ഞ ഒരു പേഷ്യന്റിന് ഉപയോഗിക്കുമ്പോഴൊക്കെ അതിനകത്ത് ഇൻഫെക്ഷനോ അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവാൻ അതിന് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് ഈ ഇങ്ങനെയുള്ള കറക്റ്റ് ആയിട്ട് അലക്കി അത് പ്രോപ്പറായിട്ട് വൃത്തിയാക്കിയില്ലെങ്കിൽ, ഡിസിൻഫെക്ഷൻ ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്, അവിടെ ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നോക്കിയേ, ഈ ആക്ച്വൽ പ്രൊസീജിയർ ആറിന്റ് ഫോളോ, ഇത് ശരിയായിട്ടുള്ള ഒരു നടപടിക്രമം നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഇറ്റ് വുഡ് ഹാവ് എ മേജർ ഇഫക്റ്റ് ഓൺ ദ ക്വാളിറ്റി ഓഫ് സർവീസ് പ്രൊവൈഡഡ്. നമ്മൾ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റിയിൽ എന്ത് ചെയ്യുന്ന ഒരു ഇഫക്റ്റ് ഉണ്ടാക്കും, ഒരു മേജർ ഇഫക്റ്റ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ സർവീസ് പ്രൊവൈഡഡ്. പ്രൊവൈഡ് ചെയ്യുന്ന അപ്പൊ നമ്മൾ ആ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ആ പ്രൊസീജിയർ അവിടെ ഫോളോ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ലിനനില് ഡേഞ്ചറസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാം. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ പ്രൊസീജിയർ പഠിക്കാനുണ്ട്, ഓരോ സ്റ്റെപ്പുകൾ പഠിക്കാനുണ്ട് ഇനി. അപ്പൊ അതിനകത്ത് അങ്ങനെയുള്ള കറക്റ്റ് ആയിട്ട് അത് ആ പ്രൊസീജിയർ അവിടെ ലോണ്ടറി സർവീസിൽ അവര് ചെയ്യുന്ന ആ പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മൾ അവര് തരുന്ന ആ സർവീസ് അതിന്റെ ക്വാളിറ്റിക്ക് എന്തുണ്ടാവും, ഒരു എഫക്റ്റ് ഉണ്ടാക്കും. മേജർ എഫക്റ്റ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ സർവീസ് പ്രൊവൈഡഡ്. ഇപ്പൊ നല്ല ക്വാളിറ്റി ആയിരിക്കില്ല, അവര് നല്ല രീതിയിൽ ചെയ്ത് തന്നില്ലെങ്കിൽ അത് ക്വാളിറ്റിക്ക് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ അതേ കൂടെ രോഗിക്ക് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അത് ഹോസ്പിറ്റലിന്റെ ഇമേജിനെ ബാധിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വരും. അപ്പൊ ക്വാളിറ്റി നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ആ പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. When a professional medical laundry service of an external agency to handle hospital linen with a high level of care as per the specialized need, it is also known as outsourcing. Okay, എന്താണ് ഇനി ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്? ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഏജൻസി, പുറമേ നിന്നുള്ള ഒരു ഏജൻസി, അത് ഒരു പ്രൊഫഷണൽ ആയിട്ട് മെഡിക്കൽ ലോണ്ടറി സർവീസ് ഒരു നല്ലൊരു കെയറോട് കൂടി, ഹൈ ലെവൽ ഓഫ് കെയർ, ഉയർന്ന പരിചരണത്തോടു കൂടി ഹോസ്പിറ്റൽ ലിനൻ അത് അവര് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സ്റ്റേണൽ, അപ്പൊ ഹോസ്പിറ്റലിന്റെ ഉള്ളിലല്ല അപ്പൊ ചെയ്യുന്നത്, ഒരു പുറമേ നിന്നുള്ള ഒരു ഏജൻസി നല്ലൊരു ഒരു ലെവൽ ഓഫ് കെയർ, നല്ലൊരു പരിചരണത്തോടു കൂടി തന്നെ ഹോസ്പിറ്റലിലെ ലിനൻ അവര് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അവിടെ എഴുതിക്കോ, പുറം പണി കരാർ. നമ്മൾ കരാർ കൊടുക്കൂലേ, ഇത്ര എമൗണ്ടിൽ ഇത്ര രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി തരും എന്നുള്ളത് കരാറായിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഒരു എക്സ്റ്റേണൽ ഏജൻസി ആണ് അത് ചെയ്യുന്നത്. Okay, when a professional medical laundry service of an external agency is to handle hospital linen. അപ്പൊ ഹോസ്പിറ്റൽ ലിനൻ ആരാണ്? ഒരു എക്സ്റ്റേണൽ ഏജൻസി കൈകാര്യം ചെയ്യാണ്. അത് എങ്ങനെയാ? വിത്ത് എ ഹൈ ലെവൽ ഓഫ് കെയർ, ഒരു നല്ലൊരു കെയറോട് കൂടി, നല്ലൊരു ഉയർന്ന തരത്തിലുള്ള പരിചരണത്തോടു കൂടി ഹോസ്പിറ്റലിലെ ലിനൻ ഒരു എക്സ്റ്റേണൽ ഏജൻസി കൈകാര്യം ചെയ്യുന്നതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ, ഈ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ പ്രാക്ടിക്കബിലിറ്റി, പ്രായോഗികത. അപ്പൊ ഔട്ട്സോഴ്സിംഗ് ഡിപ്പെൻഡ് ഓൺ ദ, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അവിടെ, ഔട്ട്സോഴ്സിംഗ് ഡിപ്പെൻഡ് ഓൺ പ്രാക്ടിക്കബിലിറ്റി,
സൈസ് ആൻഡ് എക്കണോമിക്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇത് ഔട്ട്സോഴ്സിംഗ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അതിന്റെ പ്രായോഗികത, ഹോസ്പിറ്റലിന്റെ ഒക്കെ വലിപ്പം, സൈസ്, അതിന്റെ സാമ്പത്തിക സ്ഥിതി എന്നിവയിലേക്ക് ആശ്രയിച്ചിരിക്കും. നല്ല ഒരു സൈസുള്ള ഹോസ്പിറ്റൽ, വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അതനുസരിച്ച് ഔട്ട്സോഴ്സിംഗിൽ നമുക്ക് വരുമാനം ഉണ്ടാവും. അതനുസരിച്ച് നമുക്ക് കരാർ കൊടുക്കണേല് ഒക്കെ ഇങ്ങനെ വ്യത്യാസമൊക്കെ വരാം. അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ടൊക്കെ വ്യത്യാസം വരാം. അത് നോക്കിക്കോളണം കേട്ടോ. ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ പ്രാക്ടിക്കബിലിറ്റി, സൈസ് ആൻഡ് എക്കണോമിക്സ് ഓഫ് ദ hospital. While selecting a laundry service, administrator have to consider the following factors such as. ഇനി നോക്കിയേ, while selecting a laundry service, ഒരു ലോണ്ടറി സർവീസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേറ്റർ എന്തൊക്കെ കാര്യങ്ങൾ പിന്തുടരണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ നടപ്പിലാക്കണം. Okay, while selecting a laundry service, the administrator have to consider the following factors. ഈ താഴെ പറയുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ പിന്തുടരണം. ഏതൊക്കെയാന്ന് നോക്കിയേ. ഇപ്പൊ നമ്മൾ വെറുതെ അങ്ങോട്ട് കൊടുക്കുകയല്ലല്ലോ. നമ്മൾക്ക് ഇപ്പൊ നമ്മളാണെങ്കിലും പുറമെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ കൊടുക്കാറുണ്ടോ അങ്ങനെ വീട്ടില്? തുണികളൊക്കെ വാഷ് ചെയ്യാനോ അയൺ ചെയ്യാനോ ഒക്കെ പുറമേക്ക് കൊടുക്കാറുണ്ടോ ആരെങ്കിലും നമ്മുടെ ഈ കൂട്ടത്തില്? ഉണ്ടോ? എല്ലാവരും തന്നെ വാഷ് ചെയ്ത് അയൺ ചെയ്തൊക്കെ ഇടുന്നവരാണ്. നമ്മൾ ആരും കൊടുക്കാറില്ല. ഓക്കെ, അപ്പൊ നമ്മളൊരു പുറമെ ഒരു ഏജൻസിക്ക് ഒരു കരാറായിട്ട് നമ്മള് അയൺ ചെയ്യാൻ കൊടുക്കുന്ന സുനീറ ഇവിടെ ഇട്ടിട്ടുണ്ട്. സുനീറ, ഓക്കെ, PK അയൺ ചെയ്യാൻ കൊടുക്കുന്നു. അയൺ ചെയ്യാൻ കൊടുക്കുമ്പോ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാ നോക്കണേ? എന്തൊക്കെ കാര്യങ്ങൾ നോക്കും? നമ്മൾ പുറമെ ഒരു കരാറായിട്ട് നമ്മളിപ്പോ നമ്മുടെ ഡ്രസ്സുകൾ അയൺ ചെയ്യാൻ കൊടുക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങളാ നോക്കുന്നേ? ഒന്ന് മെസ്സേജ് ചെയ്തിട്ടേ വേഗം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നോക്കാം. ഡാമേജ് ഉണ്ടോന്ന് നോക്കും. പിന്നെ അയൺ ചെയ്ത് കൊണ്ടുവരുമ്പോ നമ്മൾ കൊടുത്തതിൽ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കും. പിന്നെ വേറെ എന്താ? നീറ്റ്, ഓക്കെ, നീറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കും. അതൊരു ക്വാളിറ്റി അല്ലെ? നമ്മൾ അവർ തരുന്ന സർവീസിന്റെ ക്വാളിറ്റി നോക്കും. നല്ല ക്വാളിറ്റിയിലാണെങ്കിൽ പിന്നെ നമ്മൾ കൊടുക്കും. എത്ര എണ്ണം ഉണ്ട് എന്ന് നോക്കും. ഓക്കെ, എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കും. നമ്മളിപ്പോ ഒരു 10 ചുരിദാർ ഒരുമിച്ച് നമ്മൾ അത് അയൺ ചെയ്യാൻ കൊടുത്തു. നമ്മൾ തിരിച്ചത് നമ്മൾ നമ്മുടെ കയ്യിലേക്ക് വരുമ്പോ നമ്മൾ ആദ്യം തന്നെ നോക്കണം, നീറ്റ് ആയിട്ടുണ്ടോ എന്നല്ലേ നോക്കണേ. നമ്മൾ ആ കൊടുക്കുന്ന പൈസക്ക് നമ്മൾക്ക് അത് സർവീസ് നീറ്റ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കും. നമ്മൾ 10 കൊടുത്ത് 10 തന്നെ ഇല്ലേ നോക്കും. പിന്നെ എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു ഹോസ്പിറ്റല് അഡ്മിനിസ്ട്രേറ്റർ ഇഷ്യൂ ചെയ്ത പ്രൊഡക്റ്റ് ആണോ എന്ന് നോക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? നമ്മളൊരു ലോണ്ടറി സർവീസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേറ്റർ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത്? ഫസ്റ്റ് നോക്കിയേ, സർവീസ് ക്വാളിറ്റി. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ക്വാളിറ്റി നോക്കും. അവര് നൽകുന്ന, അപ്പൊ പുറമെ ഒരു കരാറിന് നമ്മളെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനൊക്കെ കൊടുത്തല്ലോ. അപ്പൊ അത് ആദ്യം നമ്മൾ എന്താ നോക്കുന്നത്? അവര് തരുന്ന സർവീസിന്റെ ക്വാളിറ്റി നോക്കും. നല്ല ക്വാളിറ്റിയിലാണോ നമുക്ക് എല്ലാം ചെയ്ത് കിട്ടുന്നത്? സർവീസ് ക്വാളിറ്റി നോക്കും. രണ്ടാമത് നോക്കിയേ, റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ്. സേവനത്തിന്റെ ഗുണനിലവാരം അവിടെ എഴുതി വെച്ചിട്ടോ. റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഗുണനിലവാരം നോക്കും. നല്ല നിലവാരമാണോ നമുക്ക് തന്നേക്കുന്നത്? നല്ല സർവീസ് ആണോ? ഇതിന്റെ റെപ്യൂട്ടേഷൻ നോക്കും. സേവനത്തിന്റെ ഗുണനിലവാരം, റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ്. നെക്സ്റ്റ്, പ്രൈസിങ് എക്യുപ്മെന്റ്. പ്രൈസിങ് അത് അടുത്ത ഒരു പോയിന്റ് ആട്ടോ. മൂന്നാമത്തെ പോയിന്റ് ആണ് പ്രൈസിങ്. അതിന്റെ വില നോക്കും. ഒരുപാട് കോസ്റ്റ്ലി ആണെങ്കിൽ നമ്മൾ പിന്നെ കൊടുക്കോ? നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ വിലയൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ അവിടെ കൊടുക്കൂല. കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ അല്ലെ? അപ്പൊ അതിന്റെ പ്രൈസിങ് അവർ നോക്കും. പിന്നെ അടുത്തത് 4th പോയിന്റ് ആയിട്ട് എഴുതണം, എക്യുപ്മെന്റ് യൂസ്ഡ്. ഉപയോഗിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സ്, ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങൾ നോക്കും. ഇത്രയും കാര്യങ്ങളാണ്. അത് 4 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 4 ടിക്കറ്റ് വെച്ചോ. While selecting a laundry service, administrator have to consider. അപ്പൊ ഒരു ലോണ്ടറി സർവീസ് സെലക്ട് ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേറ്റർ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിക്കണം? ഏതൊക്കെയാ?
സർവീസ് ക്വാളിറ്റി വേണം, റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ്, സർവീസിന്റെ ഗുണനിലവാരം നോക്കും. പിന്നെ അടുത്ത തേർഡ് പോയിന്റ് പ്രൈസിങ്, വില നോക്കും. ഫോർത്ത് പോയിന്റ് എക്യുപ്മെന്റ് യൂസ്ഡ്, ഉപയോഗിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സ്. ഓക്കെ, ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങൾ. ക്ലിയർ ആയില്ലേ നാലെണ്ണം? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ഇനി നോക്കിയേ, ഇനി എന്തൊക്കെയാ അഡ്വാൻറ്റേജ് നോക്കിയേ. അഡ്വാൻറ്റേജ് ഓഫ് ഔട്ട്സോഴ്സിങ് സർവീസസ്. നമ്മളിപ്പോ ഇങ്ങനെ നമ്മൾ പുറം പണിക്ക് ഒരു കരാറൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ നോക്കിയേ. മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ. ഓക്കെ, കോസ്റ്റ് നമുക്ക് എന്താ കൂടുതൽ ചെലവ്, ആ ചെലവ് കുറഞ്ഞ ഒരു പരിഹാരം, ഇതാണ് ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് കുറഞ്ഞ, മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ, ചെലവ് കുറഞ്ഞ ഒരു പരിഹാരം. അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ അതിന്റെ മെഷീൻസ്, സാധനങ്ങൾ മേടിക്കണം, അതിനുള്ള ലേബർ കോസ്റ്റ് വേണം, അങ്ങനെ ഒരുപാട് കോസ്റ്റ് ആവും ചിലപ്പോ. പക്ഷെ നമ്മളൊരു കരാർ ഔട്ട്സോഴ്സിങ്ങിന് കൊടുത്തു കഴിഞ്ഞാല് ചിലപ്പോ എന്താ, അതിനേക്കാൾ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോ കുറച്ച് റേറ്റില് കുറവിന് കിട്ടും അല്ലെ? ചിലപ്പോ കുറച്ച് കുറവിനൊക്കെ കിട്ടുമായിരിക്കും. അപ്പൊ അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് പറയുന്നത്, ചെലവ് കുറവ്, മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ, ചെലവ് കുറഞ്ഞ ഒരു പരിഹാരം, കൂടുതൽ ചെലവില്ല അവിടെ, ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു പരിഹാരം കിട്ടും, സൊല്യൂഷൻ. പിന്നെ അടുത്ത സെക്കൻഡ് നോക്കി, ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് അവർ ഫെസിലിറ്റീസ്. സൗകര്യങ്ങളുടെ എഫിഷ്യൻസി, കാര്യക്ഷമതയും ഉൽപാദനക്ഷമതയും വർദ്ധിക്കുന്നു. ഇൻക്രീസ് ദ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് അവർ ഫെസിലിറ്റീസ്. നമ്മുടെ ഫെസിലിറ്റീസ്, സൗകര്യങ്ങളുടെ കാര്യക്ഷമതയും പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമതയും ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. നൽകിയ പരിചരണത്തിന്റെ ഒരു മെച്ചപ്പെട്ട നിലവാരം, നമുക്ക് നൽകിയ പരിചരണത്തിന്റെ ഒരു മെച്ചപ്പെട്ട നിലവാരം, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്, പ്രൊവൈഡ് ചെയ്യും, നൽകിയ പരിചരണത്തിന്റെ മെച്ചപ്പെട്ട നിലവാരം, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. നമുക്ക് പ്രൊവൈഡ് ചെയ്ത ക്വാളിറ്റി, ഇതിന്റെ ഇംപ്രൂവ്മെന്റ്. നൽകിയ പരിചരണത്തിന്റെ മെച്ചപ്പെട്ട നിലവാരം. ഇത് മൂന്നും അഡ്വാൻറ്റേജ് ആണ്. വേർഡ്സുകൾ മാത്രം ഒന്ന് നോക്കി വെക്കാം. മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ, ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് അവർ ഫെസിലിറ്റീസ്, നെക്സ്റ്റ് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് ആണ് ഇൻക്രീസ് ദ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് ഫെസിലിറ്റീസ്. സൗകര്യങ്ങളുടെ എഫിഷ്യൻസി, കാര്യക്ഷമതയും ഉൽപാദനക്ഷമതയും വർദ്ധിക്കുന്നു. സൗകര്യങ്ങളുടെ കാര്യക്ഷമതയും ഉൽപാദനക്ഷമതയും വർദ്ധിക്കുന്നു. നെക്സ്റ്റ് തേർഡ് പോയിന്റ്, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. ക്വാളിറ്റി കെയർ ഇംപ്രൂവ് ചെയ്യുന്നു. ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, അതും ടിക്കറ്റ് പഠിച്ചോ. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ ഇങ്ങനെ എസ്സേ പോലെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇതിന് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് പഠിച്ചാൽ മതി നിങ്ങൾ. പിന്നെ നമ്മൾ മോക്ക് ടെസ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അപ്പൊ കൂടുതൽ എഴുതാം, അത്രയും നോക്കിയാൽ മതി. ഇത് ചുമ്മാ ഇങ്ങനെ വായിച്ചു പോകേണ്ട ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് മോക്ക് ടെസ്റ്റില് ഇടുന്നത് കൂടാതെ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് എഴുതൂലേ, അപ്പൊ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് 1 വേർഡ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഇനി നോക്കിയാൽ നിങ്ങൾ അല്ലാതെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അത് ഇതാവണ്ട, ഇതിൽ നിന്നുള്ള കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എഴുതാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് എക്സാമിന് ഈ ഒരു ഭാഗത്ത് നിന്ന്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽ. ഈ ലിനൻ, ഹോസ്പിറ്റലിലെ ലിനനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽ. അതിനകത്ത് ഫസ്റ്റ് വരുന്ന നോക്കിയേ, ജനറൽ പർപ്പസ് ലിനൻ. ജനറൽ പർപ്പസ് ലിനൻ അത് ഏതൊക്കെയാ? ജനറൽ ആവശ്യങ്ങൾക്കായിട്ടുള്ള ലിനൻ, തുണികള്, ജനറൽ പർപ്പസിന് വേണ്ടിയുള്ള ലിനൻ അത് ഏതൊക്കെയാ വരുന്നേ? കർട്ടൻസ്, സ്ക്രീൻ, ടേബിൾ ക്ലോത്ത് എക്സെട്ര. അപ്പൊ അതിനകത്ത് ജനറൽ പർപ്പസ് ലിനനിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അതിന്റെ ക്ലാസിഫിക്കേഷൻ ചെയ്തത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ജനറൽ പർപ്പസ്, ഒരു ജനറൽ ആവശ്യത്തിന് വേണ്ടി, പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ലിനൻ ഏതൊക്കെയായിരുന്നു? കർട്ടൻസ്,
screens, tablecloths, etc. ഓക്കെ, ഇനി രണ്ടാമത്തെ പേഷ്യന്റ് ലിനൻ, പേഷ്യന്റിന് ഉള്ള തുണികൾ ഏതൊക്കെയാ? പേഷ്യന്റ് ക്ലോത്തിങ് ഇൻക്ലൂഡിങ് ഗൗൺസ്, കോട്ട്സ് എക്സെട്ര. പേഷ്യന്റിന്റെ ക്ലോത്തിങ്, പേഷ്യന്റിന് ഇടുന്ന ഡ്രസ്സുകൾ ഇൻക്ലൂഡിങ് ഏതൊക്കെ ഉൾപ്പെടുന്ന? ഗൗണുകള്, കോട്ട് ഉൾപ്പെടെ പേഷ്യന്റ്സിന് പേഷ്യന്റ് ക്ലോത്തിങ്, ഇതാണ് പേഷ്യന്റ് ലിനൻ എന്ന് പറയുന്നത്. പേഷ്യന്റ് ക്ലോത്തിങ് ഇൻക്ലൂഡിങ് ഗൗൺസ്, കോട്ട്സ്. ഇപ്പൊ ഗൗൺസും കോട്ട്സും ഒക്കെ ഏത് ടൈപ്പ് ഓഫ് ലിനനിൽ വരുന്നതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ പേഷ്യന്റ് ലിനനിൽ വരുന്ന ഏതൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. പിന്നെ സി എന്ന് പറഞ്ഞ വാർഡ് ലിനൻ ആണ്. വാർഡ് ലിനൻ അത് ഏതാന്ന് നോക്കിയേ? ക്ലോത്തിങ് യൂസ്ഡ് ഇൻ വാർഡ്സ്, വാർഡുകളിൽ ഉപയോഗിക്കുന്ന ലിനന്. ക്ലോത്തിങ് യൂസ്ഡ് ഇൻ വാർഡ്സ്, വാർഡുകളിൽ ഉപയോഗിക്കുന്ന ലിനൻ ഏതൊക്കെയാ? ലൈക്ക് ബെഡ്ഷീറ്റുകള്, ബ്ലാങ്കറ്റ്സ്, പില്ലോ കവർ എക്സെട്ര. ഇതൊക്കെ വാർഡ് ലിനനിൽ വരുന്ന. ഏതൊക്കെയാ വാർഡ് ലിനനിൽ വരുന്നതെന്ന് നോക്കിയേ? ബെഡ്ഷീറ്റുകൾ ഉണ്ട്, ബ്ലാങ്കറ്റ്സ് ഉണ്ട്, പില്ലോ കവർ എക്സെട്ര. ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്സ്, പില്ലോ കവർ എക്സെട്ര. ഇതൊക്കെ വാർഡ് ലിനനിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഡി നോക്കിയേ. OT, ഓപ്പറേഷൻ തിയേറ്റർ, ലേ ഓർ കോമ, ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനൻ. ഏതൊക്കെയാ വരുന്നേ? സർജിക്കൽ ഗൗണുകള്, സ്ക്രബ് സ്യൂട്ട്സ്. സ്ക്രബ് സ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ടൈപ്പ് ഓഫ് ക്ലോത്ത് തന്നെയാണ് കേട്ടോ. ക്ലോത്തിങ് ദാറ്റ് മെഡിക്കൽ പ്രൊഫഷണൽ വെയർ ടു പ്രൊട്ടക്ട് ദെയർ ക്ലോത്ത്സ് ഫ്രം ബ്ലഡ്. ബ്ലഡ് അതുപോലെ ബോഡി ഫ്ലൂയിഡ് ഒക്കെ ആവാതെ നമ്മളിപ്പോ തിയേറ്ററിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ലേബർ റൂമിലൊക്കെ അവര് ചെയ്യുന്ന പ്രൊഫഷണൽസ് നമ്മൾ ഡ്രസ്സിന്റെ മോൾഡ് ധരിക്കുന്ന ഒരു ഇത് തന്നെയാണ്. ഗൗൺ പോലെയൊക്കെ തന്നെയാണ് കേട്ടോ സ്ക്രബ് സ്യൂട്ട്സുകള്. is a type of clothing that a medical professional wear to protect their clothes from blood, body fluid. Blood, body fluid ഒക്കെ ആവാതെ മെഡിക്കൽ പ്രൊഫഷണൽ ധരിക്കുന്ന ഒരു ഇതാണ് നമ്മള് ക്ലോത്ത്സ് ആണ് ഈ സ്ക്രബ് സ്യൂട്ട് എന്ന് പറയുന്നത്. സ്ക്രബ് സ്യൂട്ടുകള്, ഗൗൺ, ക്യാപ്പ് എക്സെട്ര. ഇതൊക്കെ ഏതിനകത്ത് വരുന്നതാണ്? OT, ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനനില് ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അതിന്റെ ഏതൊക്കെയാണ് അതിന്റെ ഉള്ളിൽ വരുന്നതെന്ന് നോക്കാം. ലിനനിലെ നമ്മൾ 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ജനറൽ പർപ്പസ് ലിനൻ വരുന്നുണ്ട്, പേഷ്യന്റ് ലിനൻ വരുന്നുണ്ട്, വാർഡ് ലിനൻ വരുന്നുണ്ട്, പിന്നെ ലാസ്റ്റ് ഡിയില് ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനൻ. ക്ലിയർ അല്ലേ? അതിന്റെ ഉള്ളിൽ വരുന്ന ഏതൊക്കെയാണെന്നുള്ള പേരുകളും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. സിമ്പിൾ അല്ലേ അത്? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി വീണ്ടും അതൊക്കെ തന്നെ പറഞ്ഞേക്കണം. നോക്കിയേ. Proper healthcare laundry procedure and disinfecting are very important to infection control and prevention of spread of diseases. അപ്പൊ പ്രോപ്പർ ആയിട്ടൊരു ലോണ്ട്രി സർവീസ് പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് പ്രൊസീജിയർ ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് എന്ന് പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തിനു വേണ്ടി? ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിനും ഡിസീസുകൾ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിന് ഒക്കെ ഈ ഒരു ലോണ്ട്രി പ്രൊസീജിയർ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ആ മുഷിഞ്ഞത് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് വീണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇൻഫെക്ഷൻ ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ളത്. അപ്പൊ അതിനൊക്കെ നമ്മൾ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് എന്താണ് ഒരു ലോണ്ട്രി പ്രൊസീജിയർ ഹെൽപ്പ് ചെയ്യും. ഹെൽത്ത് കെയറിൽ പ്രോപ്പർ ഹെൽത്ത് കെയർ ലോണ്ട്രി പ്രൊസീജിയർ ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് ആർ വെരി ഇമ്പോർട്ടന്റ് ടു ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്പ്രെഡിംഗ് ഡിസീസസ്. ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനും ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിനും ഒരു പ്രോപ്പർ ആയിട്ടൊരു ഹെൽത്ത് കെയർ ലോണ്ട്രി പ്രൊസീജിയർ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. It is very important to establish and carry out healthcare laundry guidelines to make sure that staff have the right protection and safety. അപ്പൊ ഇത് നോക്കിയേ വളരെയധികം ഇമ്പോർട്ടൻസ് ആണെന്ന് നമ്മൾ പറയുന്നു ഈ ഹെൽത്ത് കെയറില്. അപ്പൊ അതുപോലെ തന്നെ സ്റ്റാഫുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രൊട്ടക്ഷൻ വേണം അല്ലെ?
ഇപ്പൊ നല്ല ഗൗൺസ്, മാസ്കുകള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തില്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഈ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷനിൽ നമ്മൾ ഈ യൂസ് ഓഫ് PPE പറഞ്ഞു, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിക്കേണ്ടതിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനകത്ത് നമുക്ക് എന്താ ഈ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഈ സ്റ്റാഫിന്റെ ശരിക്കും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹെൽത്ത് കെയറിൽ ലോണ്ടറി എന്ന് പറയുന്നത്. It is very important to establish and carry out healthcare laundry guidelines to make sure that the staff have a right protection and safety. ശരിയായിട്ടുള്ള പ്രൊട്ടക്ഷനും സേഫ്റ്റിക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഹെൽത്ത് കെയർ ലോണ്ടറി ഗൈഡ്ലൈൻസ് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കോമൺ പ്രാക്ടീസ് ആണ്. ഏതൊക്കെയാ അവിടെ അതിനകത്ത് പറയുന്ന ഗൈഡ്ലൈൻസിൽ വരുന്ന ഏതൊക്കെയാന്ന് പറഞ്ഞേ. ഓക്കെ, യൂസ് ഓഫ് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, അതിന്റെ ഉപയോഗം. യൂസ് ഓഫ് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിന്റെ യൂസ്. ബാഗ്സ് ടു കളക്ട് സ്റ്റെയിൻഡ് ലിനൻ, അതിനകത്ത് രണ്ടാമത്തെ ഒരു ഗൈഡ്ലൈൻസ് ആയിട്ട് പറയുന്നത് ബാഗുകൾ യൂസ് ചെയ്യണം. ടു കളക്ട് സ്റ്റെയിൻഡ് ലിനൻ, സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനൻ കളക്ട് ചെയ്യാൻ ബാഗുകൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ കയ്യെ പിടിച്ചെടുക്കാനൊന്നും പാടില്ല, അല്ലെങ്കിൽ കയ്യിൽ എടുത്തുകൊണ്ട് നടക്കാനൊന്നും പാടില്ല. അതൊക്കെ കളക്ട് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു ബാഗ് എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. പിന്നെ സ്റ്റോർ സ്റ്റെയിൻഡ് ആൻഡ് ക്ലീൻ ലോണ്ടറി സെപ്പറേറ്റ്ലി. കണ്ടോ, അവർക്ക് ഗൈഡ്ലൈൻസ് കൊടുക്കുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. സ്റ്റോർ സ്റ്റെയിൻഡ് ആൻഡ് ക്ലീൻ ലോണ്ടറി സെപ്പറേറ്റ്ലി. സ്റ്റെയിൻഡ് ആയിട്ടുള്ള തുണികളും പിന്നെ ക്ലീൻ ആയിട്ടുള്ളതും ഒക്കെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. അതെല്ലാം കൂടി ഒരുമിച്ച് കളക്ട് ചെയ്യല്ല ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനൻ വേറെ കളക്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്യാന് ഇപ്പൊ വേറെ സ്റ്റെയിനും കാര്യങ്ങളൊന്നും ഇല്ലാതെ സാധാരണ രീതിയിൽ വാഷ് ചെയ്യണമെന്നുള്ള അതും എന്നാ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. സ്റ്റെയിൻഡ് ആൻഡ് ക്ലീൻ ലോണ്ടറി സെപ്പറേറ്റ്ലി. അപ്പൊ രണ്ടും സെപ്പറേറ്റ് അലക്കാനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അലക്കരുത്. നമ്മൾ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കീപ്പ് ചെയ്യണം. നമ്മൾ അങ്ങനെയല്ലേ മിഷീനിലിടുമ്പോഴത്തെ കാര്യം പറഞ്ഞല്ലോ, വൈറ്റ് ഡ്രസ് ഒക്കെ ഒരുമിച്ച് ആക്കി വെക്കും, കളർ ഇളകുന്നതൊക്കെ സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ പല ക്ലാസ്സിൽ വെച്ച് പല രീതിയിൽ തരംതിരിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് ഇടുന്നത്. അതുപോലെ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, സ്റ്റെയിൻഡ് ആയിട്ടുള്ളത് നമ്മൾ സ്റ്റോർ സ്റ്റെയിൻഡ് ആൻഡ് ക്ലീൻ ലോണ്ടറി, അത് രണ്ടും സ്റ്റെയിൻഡ് ആയിട്ടുള്ളതും ക്ലീൻ ആയിട്ടുള്ള ലോണ്ടറി പ്രത്യേകം അത് സ്റ്റോർ ചെയ്യണം. പിന്നെ അടുത്ത പെർഫോം ഹാൻഡ് ഹൈജീൻ. ഹാൻഡ് ഹൈജീൻ പെർഫോം ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഈ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനൻ നേരെ മെഷീനിലേക്ക് കൊണ്ടിടരുത്. അത് ഹാൻഡ് ഹൈജീൻ ചെയ്യണം. കൈ കൊണ്ട് ഒന്ന് കഴുകിയതിന് ശേഷമാണ് അത് അതിന്റെ കൂടെ ഇടാൻ പറ്റുള്ളൂ. അല്ലാതെ നേരെ അതിലേക്ക് ഡയറക്റ്റ് ഇടരുത്. ഇവിടെ ഹാൻഡ് വാഷിങ്ങും വരുന്നുണ്ട്. പെർഫോം ഹാൻഡ് ഹൈജീൻ. പിന്നെ പ്രൊവൈഡ് ട്രെയിനിങ് ഓൺ പ്രോപ്പർ ലോണ്ടറി ഹാൻഡ്ലിങ്. പിന്നെ അതുപോലെ പ്രോപ്പർ ആയിട്ട് ലോണ്ടറി ഹാൻഡിൽ ചെയ്യാൻ ആവശ്യത്തിനുള്ള ട്രെയിനിങ്ങുകളും അവർക്ക് നൽകിയിട്ടുണ്ട്. പ്രൊവൈഡ് ട്രെയിനിങ് ഓൺ പ്രോപ്പർ ലോണ്ടറി ഹാൻഡ്ലിങ്. പ്രോപ്പർ ആയിട്ട് ലോണ്ടറി കൈകാര്യം ചെയ്തതിനായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ്ങുകൾ അവർക്ക് അതിനുള്ള പരിശീലനം നൽകുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ഗൈഡ്ലൈൻസിൽ വരുന്നതാണ് കേട്ടോ. ഹെൽത്ത് കെയർ ലോണ്ടറി ഗൈഡ്ലൈൻസ് ടു മേക്ക് ദ സ്റ്റാഫ് ആൻഡ് ഹാവ് ദ റൈറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റി. സ്റ്റാഫിന് ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ അവർക്ക് ഒരു സേഫ്റ്റി വേണ്ടേ, ഒരു സുരക്ഷിതത്വം വേണ്ടേ, അവർക്കുള്ള പ്രൊട്ടക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഗൈഡ്ലൈൻസ് ആണിത്. PPEയുടെ ഉപയോഗം, സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനൻ കളക്ട് ചെയ്യാൻ പ്രത്യേക ബാഗുകൾ വേണമെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റെയിൻഡ് ലിനനും ക്ലീൻ ലോണ്ടറിയും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഹാൻഡ് ഹൈജീൻ പെർഫോം ചെയ്യണം. കൈകളുടെ സുരക്ഷിതത്വം, നമ്മുടെ കൈകളൊക്കെ എന്താ വൃത്തിയായിട്ടും സൂക്ഷിക്കണം. ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങളൊക്കെ സ്റ്റെയിൻഡ് ആയിട്ടുള്ളത് കൈ കൊണ്ട് വാഷ് ചെയ്യുന്നു പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കൈകളുടെ സുരക്ഷിതത്വം, കൈ കൊണ്ടല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് ഹൈജീൻ പെർഫോം ചെയ്യണം. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, പ്രോപ്പർ ആയിട്ട് ലോണ്ടറി ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ, പരിശീലനം നൽകാം. ക്ലിയർ ആയോ നോക്കി ഈ 5 പോയിന്റ്? അതൊന്ന് നോക്കണം കേട്ടോ. പോയിന്റ്സുകള് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ചെറിയ പോയിന്റ്സ് ആയിട്ട് തന്നേക്കുന്നു, നിങ്ങൾക്ക് ഓർത്തിരിക്കാനും എളുപ്പമുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? 5 പോയിന്റ്സ്.
ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത് നോക്കി, ഇനി പ്രോസസ്സിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. സോയിൽഡ് ലിനൻ എന്ന് വെച്ചാൽ മലിനമായിട്ടുള്ള അഴുക്ക് പിടിച്ച തുണികള്, അതാണ് സോയിൽഡ് ലിനൻ. മലിനമായിട്ടുള്ള ലിനൻ കൈകാര്യം ചെയ്യുമ്പോൾ അത് നമ്മൾ അതിന്റെ പ്രോസസ്സ് ഏതൊക്കെയാണ്, സ്റ്റെപ്സ് ഏതൊക്കെയാണ്, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഇവിടെ ഒരു ഇതായിട്ട് ഫ്ലോ ചാർട്ട് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, പ്രോസസ്സിംഗ് സോയിൽഡ് ലിനൻ എന്നുള്ളത്. എന്നിട്ട് നമുക്ക് ആ ഇതിലേക്ക് പോകാം. ഫസ്റ്റ് ആ 4 പോയിന്റ്സ് ആയിട്ട് തന്നത് ഒന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വരുന്നത് ഏതാ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സോർട്ടിംഗ് ആണ്. സോർട്ടിംഗ്, SORTING, സോർട്ടിംഗ്. അതിനെ ഓരോന്നിനെയും അടക്കുന്നു, ഓരോന്നും തരം തിരിച്ച് അതിനെ അടക്കുന്നു, അതാണ് സോർട്ടിംഗ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? സോർട്ടിംഗ്. Used linen should be collected from each department and separated. അപ്പൊ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ട് ചെയ്ത ഉപയോഗിച്ച ലിനൻ എന്ത് ചെയ്യുന്നു? പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ലിനൻ കളക്ട് ചെയ്ത് അത് സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, സെപ്പറേറ്റഡ്. ഓക്കെ, used linen should be collected from each department. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉപയോഗിച്ചിട്ടുള്ള ലിനൻ കളക്ട് ചെയ്യുന്നു. ആൻഡ് സെപ്പറേറ്റഡ്, അത് ഓരോന്നും എന്ത് ചെയ്യുന്നു? ഓരോ സെക്ഷനായിട്ട് തരംതിരിക്കുന്നു. ബെഡ്ഷീറ്റുകൾ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മള് ബെഡ് പില്ലോ കവറുകൾ ഒരു സ്ഥലത്ത്, ടേബിൾ ക്ലോത്തുകൾ ഒരു ഇതിനകത്ത്, പിന്നെ പേഷ്യൻസിന്റെ ഡ്രസ്സിങ്ങിന്, അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുന്നു? അതിനെ സോർട്ട് ചെയ്യുന്നു, അതിനെ ശരിയായിട്ട് തരംതിരിച്ച് അടക്കി വെക്കുന്നു. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, സോർട്ടിങ്. കിട്ടിയ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ? സോയിൽഡ് ലിനന്റെ പ്രോസസ്സിംഗ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് സോർട്ടിങ്. നമ്മൾ തരംതിരിക്കുന്നു. ഓക്കെ, നമ്മളും അങ്ങനെ മിഷീനിൽ ഇടുന്നതിനേക്കാൾ മുന്നേ നമ്മൾ സോർട്ട് ചെയ്യും, ഒന്ന് തരംതിരിക്കും അതിനേക്ക്. ഇനി നോക്കിയേ, ലിനൻ പെയിന്റ് വിത്ത് ബോഡി ഫ്ലൂയിഡ് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്ലി. കണ്ടോ? ആ ബോഡി ഫ്ലൂയിഡ് ഒക്കെ ഉള്ള, ബ്ലഡിന്റെ അംശം, ബോഡി ഫ്ലൂയിഡ് ഒക്കെ ഉള്ള, യൂറിന് അങ്ങനെയുള്ളതൊക്കെ ഉള്ള ലിനൻ എന്ത് ചെയ്യുന്നു? അത് സെപ്പറേറ്റ് ആക്കി വെക്കുന്നു, അതിനെ മാറ്റിയിടുന്നു. അത് ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടില്ല. ലിനൻ ടൈൻഡ് വിത്ത് ബോഡി ഫ്ലൂയിഡ് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്ലി. അതിനെ സെപ്പറേറ്റ് ആയിട്ട് അതിനെ മാറ്റി നിർത്തുന്നു. ഇനി സെക്കൻഡ് നോക്കിയേ, സ്ലൂസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് infected or stained linen after soaking in 0.5% bleaching solution for 30 minutes should be washed with the water and the detergent before washing. അടുത്ത സ്റ്റെപ്പിൽ നോക്കിയത് സ്ലൂസിങ്, അത് കഴുകുക അല്ലെങ്കിൽ അതിനെ എന്താ അരിക്കുക, ഇനിയൊക്കെ ഇത് കഴുകിയെടുക്കുക എന്നുള്ളത്. നോക്കിയേ, ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്, സ്ലൂസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്, അത് ഡിസിൻഫെക്ഷൻ നടത്തുന്നു, ഇതിനെ കഴുകി അല്ലെങ്കിൽ അത് ഡിസിൻഫെക്ഷൻ നടത്തുക ചെയ്യുന്നത്. ഇൻഫെക്റ്റഡ് ഓർ ടെയിൻഡ് ലിനൻ, ഇൻഫെക്ഷൻ ഉള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള തുണികൾ എന്ത് ചെയ്യുന്നു? ആഫ്റ്റർ ഷേവ് സോക്കിംഗ് വിത്ത് 0.5% ബ്ലീച്ചിങ് സൊല്യൂഷൻ ഫോർ 30 മിനിറ്റ് ഈ ബ്ലീച്ചിങ് സൊല്യൂഷനിൽ 0.5% ബ്ലീച്ചിങ് സൊല്യൂഷനിൽ അത് സോക്ക് ചെയ്യും, അത് മുക്കി വെക്കും. ഷുഡ് ബി വാഷ്ഡ് വിത്ത് വാട്ടർ ആൻഡ് ഡിറ്റർജന്റ് ബിഫോർ വാഷിംഗ്. നമ്മളപ്പോ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? ഇത് 0.5% ബ്ലീച്ചിങ് സൊല്യൂഷനിൽ 30 മിനിറ്റ് അത് എന്ത് ചെയ്യുന്നു? മുക്കി വെക്കും. എന്തിനു വേണ്ടിയിട്ടാ? ഡിസിൻഫെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൽ നിന്നാണ് അണുക്കളൊക്കെ നശിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട്. ഷുഡ് ബി വാഷ്ഡ് വിത്ത് വാട്ടർ ആൻഡ് ഡിറ്റർജന്റ്. ബിഫോർ വാഷ് ചെയ്യുന്നതിന് മുന്നേ, ഡിറ്റർജന്റ് ബിഫോർ വാഷിംഗ്, വാഷ് ചെയ്യുന്നതിന് മുന്നേ, നമ്മൾ കൈ കൊണ്ട് അത് വാഷ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം എന്ത് ചെയ്യുന്നു? അത് ബ്ലീച്ചിങ് സൊല്യൂഷനിൽ 30 മിനിറ്റ് അത് സോക്ക് ചെയ്ത് വെക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, ദ സോയിൽഡ് ലിനൻ ഷുഡ് ബി ബണ്ടൽഡ് ആൻഡ് എൻറ്റയർലി ഷുഡ് ബി മെയ്ഡ്. സോയിൽഡ് ലിനൻ, എന്നിട്ട് ആ മലിനമായിട്ടുള്ള ലിനൻ എന്ത് ചെയ്യുന്നു? ബണ്ടേഡ്, അത് ഒരു ബണ്ടാക്കി, അല്ലെങ്കിൽ അത് നമ്മള് അത് എന്ത് ചെയ്യാം? ഒരു അത്രയും നേരം ബ്ലീച്ചിങ് സൊല്യൂഷനിൽ 30 മിനിറ്റ് ഒക്കെ മുക്കി വെക്കുക, ഡിസിൻഫെക്ഷൻ ചെയ്തിട്ടുള്ളത് നമ്മൾ, എന്നിട്ട് അതിനുശേഷമാണ് അത് വാഷ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ബണ്ടിൽഡ് ആക്കി വെക്കും. ആൻഡ് ആർ എൻറ്റയർലി ഷുഡ് ബി എൻട്രി ഷുഡ് ബി മെയ്ഡ്. The infected linen should be accounted and handed over separately. Infected linen should be
അക്കൗണ്ടഡ് ആൻഡ് ഹാൻഡഡ്. അത് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യുക, പ്രത്യേകം കണക്കാക്കി കൈമാറണം. ഇൻഫെക്റ്റഡ് ലിനന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ഒരു ശ്രദ്ധ വേണം, അത് പ്രത്യേകം ഹാൻഡിൽ ചെയ്യണം. At this stage, the linen should also be inspected for tears and damage. അപ്പൊ ഈ സ്റ്റേജില് നമ്മൾ എന്ത് ചെയ്യാം, അതൊരു ഇൻസ്പെക്ഷൻ ചെയ്യാന്ന് വെച്ചാൽ അതൊന്ന് പരിശോധിക്കണം. എന്തെങ്കിലും കീറിയിട്ടുണ്ടോ, എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഈ ഒരു സെക്കൻഡ് സ്റ്റേജില് നമ്മൾ ശ്രദ്ധിക്കണം. കീറിപ്പോയി ഡാമേജ് ഉണ്ടെങ്കിൽ വീണ്ടും അത് എന്താ പറയാ വാഷ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അഥവാ നമ്മൾ എന്തെങ്കിലും സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതാണെങ്കിൽ അതൊക്കെ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡാമേജ് ഒക്കെ ഉണ്ടോ, ഇനി ഉപയോഗിക്കാൻ പറ്റാത്തൊക്കെ ഉണ്ടോ, കീറിപ്പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിക്കണം. ഓക്കെ. At this stage, the linen should be also be inspected for tears and damage. കീറിയിട്ടുണ്ടോ, എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണം. വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ്, അയണിങ്. The linen should be washed. അടുത്ത ഇതിനകത്ത് വരുന്നതാണ് വാഷിംഗ്. വാഷ് ചെയ്യാന്ന് വെച്ചാൽ കഴുകുക. എക്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ അതിനെ വേർതിരിച്ചെടുക്കുക. ഓക്കെ, എക്സ്ട്രാക്ടിങ്. പിന്നെ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റിഫായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടീഷൻ ചെയ്യൂല, അതിന്റെ മുക്കൊക്കെ ചെയ്യുന്നത് ആണ് കണ്ടീഷനിങ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം അതിനെ അയൺ ചെയ്യുന്നു, തേക്കുന്നു. ഇത് 4 അടുപ്പിച്ച് തന്നേക്കാണ് കേട്ടോ. വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ്, അയണിങ്. വാഷിംഗ്, അതിനുശേഷം എക്സ്ട്രാക്ട് ചെയ്യുന്നു. കണ്ടീഷനിങ്, നമ്മൾ സ്റ്റിഫായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നു. പിന്നെ അത് അയൺ ചെയ്യുന്നു. The linen should be washed, taken out, conditioned and then ironed by the laundry staff. ഇതാരെ ചെയ്യുന്നത്? ലോണ്ടറി സ്റ്റാഫ് തന്നെ വാഷ് ചെയ്ത് കണ്ടീഷൻ ചെയ്ത് അയൺ ചെയ്യുന്നു. Infected linen should be washed separately. അവിടെ പിന്നെയും പറഞ്ഞിട്ടുണ്ട് എന്താ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ എന്ത് ചെയ്യണം, പ്രത്യേകം വാഷ് ചെയ്യണം. അത് ഇതിന്റെ കൂട്ടത്തിൽ ഒന്നും കൂട്ടാൻ പാടില്ല. ഇൻഫെക്റ്റഡ് ലിനൻ should be washed separately. അത് പ്രത്യേകം വാഷ് ചെയ്യണം. 4th point നോക്കിയേ, pressing and folding. The pressed and folded clean linen should be stored in a dry place on a rack. Clean linen should be shifted, transported on the clean trolley to various areas. ഈ 4th പോയിന്റ് ഏതാണ്? പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിങ്. അത് നമ്മൾ പ്രസ് ചെയ്ത് മടക്കണം, ഫോൾഡ് ചെയ്യണം. അയൺ ചെയ്തിട്ട് അത് മടക്കിയൊക്കെയല്ല വരുന്നത്. പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിങ്. ആൻഡ് പ്രസ്ഡ് ആൻഡ് ഫോൾഡഡ് clean linen should be stored in a dry place on the rack. ഒരു ഉണങ്ങിയ പ്ലേസില്, റാക്കില്. അത് എക്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ അതിനെ അരിച്ചെടുക്കുക, അത് പിരിഞ്ഞെടുക്കുക എന്നൊക്കെ ഉള്ള മീനിങ് ആട്ടോ. അതിന് വേർതിരിച്ചെടുക്കുക എന്നുള്ളതൊക്കെ. അതിന്ന് വാഷ് ചെയ്ത സാധനം നേരെ എടുക്കല്ല, നമ്മളൊന്ന് പതുക്കെ അതൊന്ന് അരിച്ചെടുക്കുക, അത് പിരിഞ്ഞെടുക്കുകയൊക്കെ ചെയ്യൂലേ, അത് തന്നെ. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ തുണി നേരെ കഴുകിയതിന് ശേഷം അങ്ങനെ തന്നെയല്ലല്ലോ നമ്മൾ ആഴയിലേക്ക് ഇടുന്നത്. അത് പതുക്കെ ഒന്ന് പിരിഞ്ഞിട്ടല്ലേ, ഒരു അരിച്ചെടുക്കുക അല്ലെങ്കിൽ എന്താ പിരിഞ്ഞെടുക്കുക എന്നുള്ളതൊക്കെ. അതിൽ നിന്ന് നമ്മൾ എന്താ നേരെ എടുക്കാതെ അതിനെ ഒന്ന് വേർതിരിച്ചെടുക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് എക്സ്ട്രാക്റ്റിംഗ് വരുന്നത്. അതിനകത്ത് നിങ്ങൾ എങ്ങനെ എഴുതിക്കോ, എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അത് പിരിഞ്ഞെടുക്കാന്ന് എഴുതിക്കോ. വാഷിംഗ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പിരിഞ്ഞെടുക്കുക അല്ലേ. ഇൻഫെക്റ്റഡ് ലിനൻ ഷുഡ് ബി അത് നമ്മൾ പറഞ്ഞല്ലോ സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യണമെന്ന്. പിന്നെ അടുത്ത 4th പോയിന്റിൽ എന്താ പറഞ്ഞത്? പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിംഗ്. ദ പ്രസ്ഡ് ആൻഡ് ഫോൾഡഡ് ക്ലീൻ ലിനൻ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ഡ്രൈ പ്ലേസ് ഓൺ ദ റാക്ക്. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് നമ്മള് തേച്ച് അയൺ ചെയ്തതൊക്കെ ഫോൾഡ് ചെയ്ത് മടക്കിയിട്ട് ഒരു ക്ലീൻ പ്ലേസില്, ഒരു റാക്കില്, ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്ന പ്ലേസില് ഇത് കീപ്പ് ചെയ്യണം. Clean linen should be shifted, transport on clean trolley to various area. ഇതെങ്ങനെയാ? എന്നിട്ട് നമ്മള് ക്ലീൻ ആയിട്ടുള്ള ഒരു നല്ലൊരു ക്ലീൻ ട്രോളിയിൽ കൊണ്ടുവന്ന പല ഏരിയയിലേക്കും അത് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യാം നമുക്കത്. Clean linen should be shifted, transported on the clean trolley to various area. ഇതിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം. നമുക്ക് പല ഏരിയയിലേക്കും ആ ക്ലീൻ ട്രോളിയിൽ കൂടെ ഷിഫ്റ്റ് ചെയ്യാം. അവര് ട്രോളിയിൽ വെച്ച് ഉന്തിയല്ല കൊണ്ടുവരുന്നത്.
നമ്മള് കയ്യിൽ കൊണ്ടുവരുന്ന തലയിൽ ചുവന്നൊന്നും അല്ല അത് കൊണ്ടുവരുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഇങ്ങനെ ക്ലീൻ ചെയ്ത് അയൺ ചെയ്തിട്ടുള്ള ഇത് നമ്മൾ എന്ത് ചെയ്യുക, ട്രോളിയിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു ട്രോളിയിൽ വെച്ചിട്ടാണ് അവര് ഓരോ സ്ഥലത്തേക്കും എത്തിക്കുന്നത്. അവിടെ ഇത് തന്നെയാണ് ഇവിടെ തന്നേക്കുന്നത്. ഇതൊന്ന് നോക്കിക്കോളണം കേട്ടോ. അതിന്റെ ഇതുപോലെ തന്നെ ഫ്ലോ ചാർട്ട് പോലെ അതിന്റെ ഏതെങ്കിലും മിസ്സായി പോയിട്ടുള്ളതോ അല്ലെങ്കിൽ അടുത്തത് ഏതാണോ അവിടെ മിസ്സായിട്ടുള്ളത് ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സോർട്ടിംഗ് ആണ്. സെക്കൻഡ് നോക്കിയ സ്ലൂസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്. പിന്നെ അടുത്തത് അതിനെ വാഷ് ചെയ്യും, പിന്നെ പിഴിയും, എക്സ്ട്രാക്ട് ചെയ്യും, കണ്ടീഷനിങ് ചെയ്യും, പിന്നെ അത് അയൺ ചെയ്യും, പ്രസ്സിങ് ആൻഡ് ഫോൾഡിങ്. പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്യും, മടക്കി വെക്കും. ഇത്രയാണ് പ്രോസസ്സിങ് സോയിൽഡ് ലിനൻ എന്നുള്ളത് ഇതിൽ വരുന്നത്. ഓക്കെ, ഇന്ന് ഇത്രയും മതി. എന്നാ നമുക്കൊന്ന് ആദ്യം മുതൽ ഒന്നുകൂടി വേഗം നോക്കാം. ഇതും കൂടി ഒന്ന് നോക്കാം കേട്ടോ. കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ് ഇൻ എ ടിപ്പിക്കൽ ലോണ്ട്രി. ടിപ്പിക്കൽ ലോണ്ട്രിയിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? ഇതും കിട്ടി വെച്ചോ. ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ്? കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ് ഇൻ എ ടിപ്പിക്കൽ ലോണ്ട്രി. ലോണ്ട്രിയിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഏതൊക്കെയാ? വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഹാൻഡ് അയൺ ഉപയോഗിക്കും, ഡ്രയർ, ഡിസ്ട്രിബ്യൂഷൻ ട്രോളി, എയർ കംപ്രസർ, സീയിങ് മെഷീൻ, തയ്ക്കുന്നത്, പിന്നെ എക്സെട്ര ആർ സം ഓഫ് ദ കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ് ഇൻ ലോണ്ട്രി. ഇത് ഏതൊക്കെയാണെന്നൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. വാഷിംഗ് മെഷീന്, ഹാൻഡ് അയൺ, ഡ്രയർ ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രയർ, ഡിസ്ട്രിബ്യൂഷൻ ട്രോളി, ഇതെല്ലാം യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ട്രോളി, ക്ലീൻ ആയിട്ടുള്ള ട്രോളി, പിന്നെ എയർ കംപ്രസർ, പിന്നെ അതുപോലെ സീയിങ് മെഷീൻ, തയ്ക്കാനായിട്ട് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള സീയിങ് മെഷീൻ. ഇതൊക്കെ നമ്മൾ ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ തീർക്കാം. ഇതില് നിങ്ങൾ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? സിമ്പിൾ ആയിട്ടുള്ളതല്ലേ, അതാണ് കേട്ടോ ഇങ്ങനെ വായിച്ചു പോണത്. അത് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാത്തത്. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വേഗം ഒന്ന് നോക്കാം. നമുക്ക് ഇനി ഒരു ക്ലാസ്സും കൂടി തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഒരു 2 പേജേ ഉള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ് കൊണ്ട് തീർക്കാം. എന്നിട്ട് പിന്നെ ഒരു ക്ലാസ് എടുത്ത് നമുക്ക് ആ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നുള്ളത് നോക്കാം. ഇത്രയും ക്ലിയർ ആണോ എന്ന് നോക്കി നിങ്ങള്. ഫസ്റ്റ് ഏതാ പഠിച്ചേ? ഇമ്പോർട്ടൻസ് ഓഫ്, ഓക്കെ അല്ലേ? ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ട്രി സർവീസ് ഇൻ ഹോസ്പിറ്റൽ. ഒരു ലോണ്ട്രി സർവീസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കിയത്. അപ്പോ ക്ലീൻ ആയിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള ലോണ്ട്രി സർവീസ് ഈ ഒരു ഹോസ്പിറ്റലിൽ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അതില് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വരുന്നതെന്നുള്ളത്. ഏതാണ് ഔട്ട്സോഴ്സ്? എന്താണ് പറഞ്ഞ പോയിന്റ് ഒന്ന് പറഞ്ഞു തരുമോ? ഔട്ട്സോഴ്സിങ്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞ എന്താ? നമ്മൾ പുറം പണിക്ക് കൊടുക്കൂലേ, ഒരു കരാറ് കൊടുക്കൂലേ, അത് തന്നെയാണ്. നമ്മൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കുറെ മെഷീനറീസ് വേണം. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, ലേബർ കോസ്റ്റ് ഒക്കെ കൂടുതലാണ്. അതിനുള്ള ഫെസിലിറ്റി വേണം, ഇതെല്ലാ കാര്യങ്ങളും വേണം. അപ്പൊ നമ്മൾ ചിലപ്പോ അതിന് കുറെ കോസ്റ്റ് ആവുമായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു പുറം പണിക്ക്, ഒരു പുറം കരാറായിട്ട് ഓരോ ദിവസത്തെയും ഡ്രസ്സുകൾ വാഷ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ ഒരു കരാറ് കൊടുക്കണോലെ കൊടുക്കുന്നതിനാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അവിടെ ഒന്ന് നോക്കിയേ. അപ്പൊ നമ്മൾ ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിനകത്ത് ഏതാ? നമ്മളെ ലേബർ, അഡ്വാൻസ്ഡ് മെഷീനറീസ് വരുന്നുണ്ട്, അതിന് വേണ്ട മെറ്റീരിയൽസ് വരുന്നുണ്ട്, കോസ്റ്റ്. ഇതൊക്കെ ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മൾ പറഞ്ഞു, ഈ മെഡിക്കൽ ലിനൻ എന്ന് പറഞ്ഞത് നമ്മൾ ഇൻഫെക്ഷൻ
ഒരു ടെൻഡർ പോലെ നമുക്ക് ഇങ്ങനെ ഒരു ഇതിനകത്ത് കൊടുക്കാലോ, ഒരു കരാറിൽ കൊടുക്കാം. ഇത്ര എമൗണ്ട്, ഇത്ര രൂപയ്ക്ക് ഇന്ന് ഇത്രയും ഇത് നമുക്ക് ചെയ്തു തരും എന്നുള്ള രീതിയിൽ കരാറ് കൊടുക്കുക. അത് തന്നെയാണ് പുറം കരാറ് കൊടുക്കുന്നതിനാണ് ഔട്ട്സോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് ഈ ഇങ്ങനെയുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കുക എന്നുള്ളത് എന്താ, ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാനും ഒരു ഹോസ്പിറ്റലിന്റെ ഒരു നല്ലൊരു ഇമേജ് തന്നെ പോകാനും ഒക്കെ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ ഒരു വലിയൊരു എന്താ പറയാ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മള് കുറെ ഫാക്ടേഴ്സ്, ഇപ്പൊ നമ്മൾ പുറമെ ഒരു ഔട്ട്സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് ഹോസ്പിറ്റലിലെ ലിനന് എന്താണ് ഔട്ട്സോഴ്സ് എന്ന് പറഞ്ഞത്, നമ്മൾ ഒരു പുറമെ ഒരു ഏജൻസിക്ക് കൊടുക്കുകയാണ് അവിടെ. ദ സർവീസ് മെഡിക്കൽ ലോണ്ടറി സർവീസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഏജൻസി. ഒരു എക്സ്റ്റേണൽ ഏജൻസി ഹോസ്പിറ്റലിലെ ലിനൻ കൈകാര്യം ചെയ്യുകയാണ്. നല്ലൊരു ഹൈ ലെവൽ ഓഫ് കെയറോട് കൂടി, നല്ലൊരു പരിചരണത്തോടു കൂടി ഒരു ഹോസ്പിറ്റലിലെ ലിനൻ എക്സ്റ്റേണൽ ഏജൻസി കൈകാര്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓക്കെയാണ്. ഞാൻ എഴുതാൻ പറഞ്ഞില്ലേ 4ാമത്തെ പോയിന്റ്, അതൊന്ന് പറയാവോ? സർവീസ് ക്വാളിറ്റി കഴിഞ്ഞ് എത്രാമത്തെയാണ് ഇതിനകത്ത് വരുന്നയാണോ പറഞ്ഞേ? സർവീസ് ക്വാളിറ്റി, റെപ്യൂട്ടേഷൻ ഓഫ്. അതെന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ. വൈൽ സെലക്ടിങ് എ നമ്മളൊരു ലോണ്ടറി സർവീസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളാണെങ്കിലും പറഞ്ഞില്ലേ, ഇപ്പൊ പുറമെ നമ്മളൊരു കരാറ് കൊടുക്കുമ്പോൾ നമ്മളൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതാണ് സർവീസ് ക്വാളിറ്റി. അവർ തരുന്ന സർവീസിന്റെ ക്വാളിറ്റി നോക്കും. നമുക്ക് കൊള്ളൂല്ലാത്ത സാധനമാണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ കരാറ് കൊടുക്കുമോ? അത് ഫസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. നമ്മളൊരു ലോണ്ടറി സർവീസ് സെലക്ട് ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ പരിഗണിക്കേണ്ട ഒരു കാര്യങ്ങൾ, ഫാക്ടേഴ്സ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സർവീസ് ക്വാളിറ്റി. സർവീസ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾക്ക് തരുന്ന സർവീസിന്റെ ഗുണനിലവാരം നോക്കും. നല്ല സേവനമാണോ നമുക്ക് തരുന്നത്, എല്ലാം നല്ല നീറ്റായിട്ട് തന്നെയാണോ നമുക്ക് തരുന്നത് എന്നുള്ളത് നോക്കും. രണ്ടാമത്തെ റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ്. ആ സേവനം നമുക്ക് തരുന്ന ആ സർവീസിന്റെ ഗുണനിലവാരം നോക്കും. നല്ല ക്വാളിറ്റിയിലാണോ എന്നുള്ളത്, അതിന്റെ ഗുണനിലവാരം. റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഗുണനിലവാരം, ആ സേവനത്തിന്റെ ഗുണനിലവാരം നോക്കും. പിന്നെ പ്രൈസിങ്. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് പ്രൈസിങ്, അതിന്റെ വില നോക്കും. നമുക്ക് ഒരുപാട് കോസ്റ്റ്ലി ആണെങ്കിൽ നമ്മൾക്ക് പിന്നെ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെയ്യുന്നതാണ് മെച്ചെങ്കിൽ അതല്ലേ നല്ലത്. അപ്പൊ അതിനേക്കായും നമ്മളൊരു ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് ആവും, നമ്മൾ പുറമേ കൊടുക്കുമ്പോൾ എത്ര കോസ്റ്റ് ആവും എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് നമുക്ക് അതാണ് കോസ്റ്റ് കുറവെങ്കിലല്ലേ നമുക്ക് അത് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രൈസിങ് ഈ അഡ്മിനിസ്ട്രേറ്റർ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. വില നോക്കും, പിന്നെ അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളും നോക്കും. ഈ ഒരു 4 കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റർ ഒരു ലോണ്ടറി സർവീസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതൊരു പോയിന്റ് അല്ല കേട്ടോ, അത് നിങ്ങളുടെ നോട്ടിൽ തന്നേക്കുന്നത് 4 പോയിന്റ് ആയിട്ട് എഴുതിക്കോ നിങ്ങൾ. ഫസ്റ്റ് സർവീസ് ക്വാളിറ്റി, സെക്കൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ്, സർവീസിന്റെ ഗുണനിലവാരം നോക്കും. തേർഡ് പ്രൈസിങ്, അതിന്റെ വില. ഫോർത്ത് ആണ് എക്യുപ്മെന്റ്സ് യൂസ്ഡ്, അവിടെ ഉപയോഗിച്ച എക്യുപ്മെന്റ്സ് നോക്കും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഔട്ട്സോഴ്സിങ്ങില് നമ്മൾ ലോണ്ടറി സർവീസ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണേന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ് പറയുന്നുണ്ട്. പിന്നെ ഇത് നോക്കണം കേട്ടോ, ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ നോക്കണം. ഏതൊക്കെയായിരുന്നു നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്ത്? ഏതൊക്കെയാ? ജനറൽ പർപ്പസ് ലിനൻ ഉണ്ട്, പേഷ്യന്റ് ലിനൻ ഉണ്ട്, വാർഡ് ലിനൻ ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, പ്രൊസീജിയർ റൂം, ലിനൻ. ഇത് 4 അതിന്റെ ഉള്ളിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കണം. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഈ ഹെൽത്ത് കെയർ ലോണ്ടറി ഗൈഡ് ലൈൻസ് ഈ സ്റ്റാഫുകൾക്കൊക്കെ അവരുടെ സേഫ്റ്റിക്കും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് കൊടുക്കുന്നതെന്നുള്ളതാണ് 5 പോയിന്റ്സ് ആയിട്ട് പറഞ്ഞത്. PPEയുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിന്റെ യൂസ് നോക്കും. പിന്നെ ഇത് സ്റ്റെയിൻഡ് ലിനൻ കളക്ട് ചെയ്യാനുള്ള ബാഗുകൾ നോക്കും. പിന്നെ സ്റ്റെയിൻഡ് ആയിട്ടുള്ളതും ക്ലീൻ ലിനനും എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം. പിന്നെ ഹാൻഡ് ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൈകളുടെ സുരക്ഷിതത്വം നമ്മൾ നോക്കണം.
നോക്കണം. പിന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ലോണ്ടറി ഹാൻഡിൽ ചെയ്യുന്നതിന് അവർക്ക് ട്രെയിനിങ്ങും നൽകിയിട്ടുണ്ടാവും. ഓക്കെ, ഇതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്? സോൾഡ് ലിനൻ ചെയ്യുന്ന പ്രോസസ്സിംഗ് ആണ്. ഇത് നിങ്ങൾ ഇത് നോക്കിയാൽ മതി. അതിനകത്ത് ഈ ഒരു ചാർട്ടില്ലേ അത് നോക്കണം, അതിന്റെ സ്റ്റെപ്സുകൾ നോക്കണം. സോർട്ടിങ്, അടുത്ത് സ്ലൂസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്, പിന്നെ അത് വാഷിംഗ് ചെയ്യുന്നു, പിന്നെ അത് എക്സ്ട്രാക്റ്റിംഗ് ചെയ്യുന്നു, പിന്നെ അടുത്ത് കണ്ടീഷനിങ് ചെയ്യുന്നു, പിന്നെ അയണിങ്, പ്രസ്സിങ് ആൻഡ് ഫോൾഡിങ്. അയൺ ചെയ്ത് അത് ഫോൾഡ് ചെയ്ത് വരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാ? കോമൺ ആയിട്ട് നമ്മൾ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. വാഷിംഗ് മെഷീൻ, ഹാൻഡ് അയൺ, ഡ്രയർ, ഡിസ്ട്രിബ്യൂഷൻ ട്രോളി, എയർ കംപ്രസർ, സീലിംഗ് മെഷീൻ. ഇത്രയും കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ ഓക്കെ അല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു ചാപ്റ്റർ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, ഒന്നുകൂടി വായിച്ചു നോക്കണം കേട്ടോ നിങ്ങള്. ഒന്നുകൂടി നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ എല്ലാവരെയും കൊണ്ട് വായിപ്പിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഇനിയിപ്പോ അടുത്തൊരു ക്ലാസ്സും കൊണ്ട് ഇത് തീർക്കണം. അപ്പൊ നിങ്ങളുടെ ഏകദേശം നിങ്ങളുടെ പോർഷൻസ് ഒക്കെ ആ ഒരു നമ്മുടെ 2 പേപ്പറിലൊക്കെ കഴിയാറായിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റത്തെ പേപ്പറിന്റെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എക്സാം ഒക്കെ എപ്പോഴാ വരികയെന്ന് അറിയില്ല. നമുക്കത് നിങ്ങൾക്ക് പറയും എന്നാ എക്സാം വരുന്നതെന്നുള്ളത്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് എന്റെ ഒരു ഇതിനകത്ത് വരുന്നതാണ് ഈ ഒരു ചാപ്റ്റർ. എക്സാമിന്റെ കാര്യമൊക്കെ പറയൂ കേട്ടോ. അവിടുന്ന് ഓഫീസിൽ നിന്ന് നിങ്ങൾ അറിയിക്കും. അത് ടെൻഷൻ അടിക്കണ്ട. അപ്പോഴത്തേക്ക് നമുക്ക് ഒരുവിധം ചാപ്റ്റർ അങ്ങോട്ട് തീർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിവിഷൻ തരാമല്ലോ നിങ്ങൾക്ക്. അപ്പൊ റിവിഷനിൽ തന്നെ ക്ലാസ്സിൽ തന്നെ ഒരുവിധം നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ക്ലാസ് കൊണ്ട് മിക്കവാറും നമുക്ക് തീരും. കുറച്ച് കാര്യങ്ങൾ കൂടി ഉള്ളൂ, രണ്ട് പേജും കൂടി ഉള്ളൂ. ഓക്കെ, ബാലൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ബൈ. Thank you, Miss.